സംസ്ഥാനത്ത് ഉയരുന്ന റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിൽ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. സംസ്ഥാന നിയമ സേവന അതോറിറ്റി നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. റാഗിംഗ് കേസുകളിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിലെ പ്രധാന ആക്ഷേപം. നവമി തന്നെയാണ് വിവരങ്ങൾ നൽകുന്നത്. നവമി, ഈ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന് മുന്നിൽ എത്തുമ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകളുടെ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? കാരണം ഇതൊരു വലിയ സാമൂഹ്യ വിപത്തായി തന്നെ ഹൈക്കോടതി കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ആ തരത്തിൽ ഉള്ള സൂചനകൾ വന്നിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഇത് പരിഗണിക്കുമ്പോൾ ആ തരത്തിൽ സർക്കാരിന് ഒരു കർശന നിർദ്ദേശം ഉണ്ടാവുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ശ്രീജ, ഇന്നലെയാണ് ഈ റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബെഞ്ച് ഹൈക്കോടതി രൂപീകരിച്ചത്. അതിനു മുന്നിലേക്കാണ് ഇന്ന് ഈ ഹർജി വരിക. ഈ ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംഗാർ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ്. റാഗിംഗ് കേസുകളിൽ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. റാഗിംഗ് സെല്ലുകൾ രൂപീകരിക്കാൻ എടുത്ത നടപടികൾ സർക്കാർ അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകണം. റാഗിംഗ് തടയാൻ സംസ്ഥാന സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് അറിയിക്കണം. സംസ്ഥാന ജില്ലാതല റാഗിംഗ് വിരുദ്ധ മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കാൻ നടപടി സ്വീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും സംസ്ഥാനതല നിരീക്ഷക സമിതി മുൻപാകെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കണം. നിയമം കർശനമാക്കണമെന്നും നിലവിലുള്ള UGC റാഗിംഗ് വിരുദ്ധ മാനദണ്ഡം കർശനമായി പാലിക്കാൻ ഇടപെടണം എന്നീ ആവശ്യങ്ങളാണ് നിയമസേവന അതോറിറ്റി നൽകിയ പൊതുതാൽപര്യ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെയെങ്കിൽ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഈ സർക്കാരിനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഒരു മറുപടി നൽകാൻ ആവശ്യപ്പെടും. കാരണം ഇതുവരെ എത്ര റാഗിംഗ് കേസുകൾ സർക്കാരിന് മുൻപാകെ വന്നിട്ടുണ്ട്, ഇതിൽ എന്ത് നടപടികൾ പോലീസ് സ്വീകരിച്ചു എന്നീ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കും ഒരു ഹൈക്കോടതി പ്രധാനമായും ഇന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊക്കെ കോട്ടയത്ത് നമ്മൾ കണ്ടതാണ്, കട്ടിലിൽ വിദ്യാർത്ഥിയെ കിടത്തിയിട്ട് ഈ കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്ന അത്രയും മനസ്സിനെ തന്നെ നമുക്ക് വളരെ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടതാണ് ഈ റാഗിങ്ങിന്റെ പേരിൽ. ഒപ്പം ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, കൊച്ചിയിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥിയുടെ ഈ റാഗിങ്ങിന്റെ പേരിലുണ്ടായ ആത്മഹത്യ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാർ ഇതിലൊക്കെ എന്ത് നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ എത്രമാത്രം പോലീസ് ഇതിനൊക്കെ കർശനമായ ഒരു നടപടി സ്വീകരിക്കുന്നു എന്നീ കാര്യങ്ങൾ, ഇതിന്റെ ഒരു പരിശോധന, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനോട് ഇന്നൊരു വിശദീകരണം ചോദിക്കാനാണ് ഹൈക്കോടതി പ്രധാനമായും ആവശ്യപ്പെടുക. എന്താണ് സർക്കാർ നൽകുന്ന മറുപടി എന്നതും കാത്തിരിക്കുന്നത് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ, ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.